ഏതൊരു പൂരത്തിൻ്റെയും ആനച്ചമയങ്ങളുടെ അവിഭാജ്യ ഘടകമാണ് കുട. തൃശ്ശൂർ പൂരത്തിൻ്റെ കുടയ്ക്ക് വളരെയേറെ പ്രത്യേകതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ കുടമാറ്റം ആദ്യമായി ആരംഭിക്കുന്നത് തൃശ്ശൂർ പൂരത്തിനാണ്. പാറമേക്കാവ് വിഭാഗം തെക്കോട്ടിറങ്ങിയതിന് ശേഷവും എലിഞ്ഞിന്തറ മേളത്തിന് ശേഷം തെക്കോട്ടിറങ്ങി, തിരുവമ്പാടി വിഭാഗം അവരുടെ മേളം കഴിഞ്ഞതിന് ശേഷവും 15 ആനകൾ അഭിമുഖമായി തെക്കേ ഗോപുരനടയിൽ അഭിമുഖമായി നിന്ന് കഴിഞ്ഞാലാണ് കുടമാറ്റം ആരംഭിക്കുക. 15 ആനകളുടെ പുറത്ത് ഓരോ വിഭാഗവും 50ലേറെ സെറ്റ് സാധാരണ കുടകളും 15ഓളം സെറ്റ് സ്പെഷ്യൽ കുടകളും കുടമാറ്റത്തിനായി ഉയർത്തും. 2 മണിക്കൂർ സമയത്തിനിടയിൽ മേളത്തിൻ്റെ കലാശങ്ങൾക്കിടയിൽ ആ ദ്രുതഗതിയിൽ കുടമാറുക എന്നുള്ളത് അതിഗംഭീരമായ ഒരു പ്രയത്നം കൂടിയാണ്. ആ കുടയുടെ നിർമ്മാണത്തിൽ വളരെയധികം പാരമ്പര്യമുള്ള ഒരാളെയാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത്. ഏറ്റവും പ്രിയങ്കരനായ പെരുമ്പിളിശ്ശേരി സ്വദേശി ശ്രീ ശങ്കരൻകുട്ടിയേട്ടൻ. പാരമ്പര്യമായി ആനച്ചമയ നിർമ്മാണത്തിൻ്റെ ഏറ്റവും പഴയകാല പ്രയോക്താക്കളായ ചേർപ്പ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഊരായ്മക്കാരായ ഗീരങ്ങാട്ടുമനയിലെ ആളുകളാണ് ഈ ശങ്കരൻകുട്ടി ചേട്ടൻ്റെ മുൻതലമുറക്കാരെ പെരുമ്പിളിശ്ശേരിയിൽ താമസിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. അവർ ആനച്ചമയ നിർമ്മാണം, ആനയുടെ കൊമ്പ് മുറിക്കൽ, അതുപോലെ തന്നെ ആ ഭണ്ണാരം നിർമ്മിക്കൽ, ഭഗവതി ക്ഷേത്രങ്ങളിൽ തിരുവായുധമുണ്ടാക്കൽ, ആ ആനയ്ക്ക് വേണ്ട തോട്ടി, ചങ്ങല, അതുപോലെ തന്നെ കത്തി എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് ഈ ശങ്കരൻകുട്ടി ചേട്ടൻ്റെ കുടുംബമാണ്. അദ്ദേഹം പൂരത്തിൻ്റെ കുടയുടെ ഒറ്റൽ, അതുപോലെ നെറ്റിപ്പട്ടത്തിൻ്റെ എണ്ണങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വരാറുണ്ട്. ഒറ്റൽ നിർമ്മാണത്തിൻ്റെ കുലപതിയായ ശ്രീ ശങ്കരൻകുട്ടി ചേട്ടനെ നമുക്കിവിടെ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഒരു കുട നിർമ്മാണം, കുടയുടെ നിർമ്മാണം ഫ്രെയിമായിട്ട് തുടങ്ങുന്നത് എന്നാണ് ചോദിക്കുന്നത്. ഒരു കുട, നമ്മളിപ്പോൾ തിരുവമ്പാടി വിഭാഗത്തിൻ്റെ ഒരു കുടയാണ്, പ്രധാന കുടകളിലൊന്നാണ്. ഈ കുട നിർമ്മിക്കുമ്പോൾ ഈ കുടയുടെ നിർമ്മാണം ആദ്യമായിട്ട് ഇതിന് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഒറ്റൽ നിർമ്മിക്കുക. ഒറ്റലാണ്. ഇത് മരമാണ്. ഉള്ളിലുള്ള സ്റ്റീലാണ്. ഇത് ചക്കാണ്. ഇത് ചക്ക, ഇത് കമ്പി. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഇതൊക്കെ ഇത് ചൂരില്ല. ഇതും ഈ പറഞ്ഞ മറ്റുള്ള മെറ്റീരിയൽ നമ്മൾ വാങ്ങിച്ച് നമ്മൾ ഈ സാധനം സെറ്റ് ചെയ്യണം കംപ്ലീറ്റ്. ഇത് എന്താ പറയുക, ഒറ്റൽ നിർമ്മിക്കലാണ് ശരിക്കും ആദ്യ പണി ഇതിന്. ഈ കുടയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഒറ്റൽ നിർമ്മിക്കാനായിട്ട് സാധാരണഗതിയിൽ ഈ സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ എത്ര ദിവസത്തെ ഒരു 5 ദിവസം വരും. ഒരു ദിവസം ഒരെണ്ണം പണിയാണെങ്കിൽ 5 ദിവസം. ഈ ഒറ്റൽ പണിത് അത് ഫ്രെയിം പെയിന്റ് അടിച്ച് അല്ലേ? എല്ലാ വർക്കും കഴിച്ച് നമുക്ക് അവർക്ക് ശീല കയറ്റാറാക്കി അങ്ങ് കൊടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ അലുക്കുകളൊക്കെ ആരാ ചെയ്യും? അത് ഇപ്പോൾ ആദ്യം ചെയ്തിരുന്നത് നമ്മുടെ പഴയ കാലങ്ങളിൽ തട്ടാമാരായിരുന്നു. അതായത് കൂരച്ചെന്നുകൊണ്ട് ജാതി അച്ചുണ്ട്, അത് വെച്ച് മേടിയെടുക്കലാണ് പഴയ കാലത്ത് ചെയ്തിരുന്നത്. പിന്നീട് അത് മുഴുവൻ ചെറിയന്മാരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കിഴക്കുംപാട്ടുകാര ചെറിയത്താർ കുറച്ച് ആൾക്കാരുണ്ട്, അവരാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാധാരണ കുടയുടെ അലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അലുക്ക് ചേർന്നതാണ്? സാധാരണഗതിയിൽ 6-7 ആണ്. പഴയ അതായത് ഇത് ചെറുകണ്ണിയാണ്. ഇത് ഇത് കണ്ണി ചെറുപ്പാ. മറ്റേത് വലിയ കണ്ണിയാണ്. വലിയ കണ്ണിയാകുമ്പോൾ 200 എണ്ണം വരും ഇങ്ങനെ ഒരു വരി. അങ്ങനെ 6-7 വരി. തന്നെ അങ്ങനെ 6-7 വരി. ഇതാവുമ്പോൾ അതിനെല്ലാം എണ്ണം കൂടും. കാരണം അടുപ്പം കൂടും. 8-9 ആയിട്ടാണ്. കാരണം വെച്ചാൽ അത് അടുപ്പം കൂടുതലാകുമ്പോൾ ഇറക്കം കുറയല്ലോ. ആ ഒരു വ്യത്യാസം, അതിനാണ് അത് വരുന്നത്. മകുടം ആദ്യം മൂശ്ശേരിമാരാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ മൂശ്ശേരിമാരും ചെയ്ത് ചില കൊട്ടരി ഉണ്ടായിരുന്നു പണിക്കാർ. പക്ഷെ ഇപ്പൊക്കെ അവർ ഇപ്പൊ കംപ്ലീറ്റ് മുറുകാപ്പാതിന്ന് വരിക. ഇപ്പൊ ഈ സാധനം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം 2 പൊളിയായിട്ട് ഉണ്ടാക്കുക, എന്നിട്ട് കൂട്ടി വെച്ച് വെൽഡ് ചെയ്യുക. ഇപ്പോൾ മുറുകപ്പാതിൽ ചെയ്യുന്നത് ഇതിപ്പോൾ 2 പൊളിയായിട്ട് അവർ വാർത്തിട്ട് ഇത് കൂട്ടി സെറ്റാക്കിയിട്ട് വെൽഡ് ചെയ്തിട്ട് ലെയ്ത്തിൽ കട്ട് ചെയ്തെടുക്കുക. ഇതൊക്കെ ഇപ്പോൾ അങ്ങനെയാണ് ഈ മുറുകപ്പാതിന്ന് വരുന്നത്. അപ്പം നാടൻ പണിക്കാരില്ലാണ്ടായി. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നാടൻ പണിക്കാരന് ഒരെണ്ണം പണിയണമെങ്കിൽ ഇത് മെഴുപ്പിടിച്ച് കരുവാക്കി ഈ സാധനം പണിയണമെങ്കിൽ അവനൊരു 4 ദിവസം പണിയണം. 4ാമത്തെ ദിവസം അത് കഴിഞ്ഞ് കരു ഉണങ്ങി കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ ഉരുക്കി ഒഴിച്ചിട്ട് വേണം ഇത് എത്തിയല്ലോ എന്നറിയാൻ. അത് കേടുവന്ന് അവൻ്റെ കാശും പോയി. അപ്പോൾ ഇതൊക്കെയാണ് പഴയ പണിക്കാരുടെ ബുദ്ധിമുട്ടുകൾ. അങ്ങനെയാണ് ഈ മേഖലയൊക്കെ തകർന്നു പോയത്. അത് കാരണം ഇപ്പോൾ പഴയ ഭംഗിയൊന്നുമില്ല. ഇപ്പം മകുടമാണോ ചോദിച്ചാൽ മകുടത്തിൻ്റെ ആ ഭംഗികളും കുറവടക്കൊന്നും ഇപ്പം ഇല്ല.
അത് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. ഇപ്പോൾ എന്ത് ചെയ്യും? കിട്ടുന്നത് വാങ്ങിക്കുക. ഇപ്പം നമ്മളൊരു ഒരു പാർട്ടി വന്ന് ഏൽപ്പിച്ചാൽ നമ്മൾ നല്ല സാധനങ്ങൾ പണിതെന്ന് പറഞ്ഞാലും ഇത് കിട്ടുന്നതല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അത് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത്. കുടയുടെ ഫ്രെയിം, ഒറ്റൽ എന്ന പേരിൽ അറിയപ്പെടുന്ന കുടയുടെ ഫ്രെയിമാണ്. ഈ ഫ്രെയിമാണ് കുട നിർമ്മിക്കുന്നതിന് വേണ്ടി ആദ്യമായി ഉണ്ടാകുന്നത്. കുടയുടെ ഒറ്റൽ നിർമ്മിക്കുന്നതിൽ വിദഗ്ധനാണ് ശങ്കരൻകുട്ടിയേട്ടൻ. ശങ്കരൻകുട്ടിയേട്ടൻ ഈ കുടയുടെ ഒറ്റൽ ചൂരൽ കൊണ്ടുള്ള, അതുപോലെ തന്നെ അതിൻ്റെ കമ്പി, മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായി നമ്മളോട് സംസാരിക്കും. ഇത് ബ്രാസാണ്. ഇത് തകിട് വാങ്ങിച്ച് നമ്മൾ ചെയ്യുന്നതാണ് ഈ ചക്ക്. അതുപോലെ ഇത് കമ്പി, ഇത് തകിട് വാങ്ങിച്ചിട്ട് മടക്കി അടിച്ചുണ്ടാക്കുന്നുള്ളത്. ഇത് നമ്മൾ ഇതേമാതിരി തന്നെ ഉള്ളിൽ ഇന്നറിൽ ഇരുമ്പും പുറമെ വന്നിട്ട് ബ്രാസാണ് ഈ സാധനം. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതാണ്, നമ്മൾ പുറത്ത് ചെയ്യുന്നതല്ലെന്ന് മാത്രം. ഇതുമാതിരി നമ്മൾ ഒഴിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ട് നമ്മൾ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി സൈസാക്കണമെന്ന് മാത്രം. ഈ ചൂരലിൻ്റെ ഇത് ചൂരൽ വാങ്ങാൻ കിട്ടുമല്ലോ. ചൂരലുമ്പോൾ നമ്മൾ ഈ തൊപ്പി മാത്രമേ ഇടുന്നുള്ളൂ ബാക്കിലത്തെ. അത് മുറിച്ചെടുത്ത് ഇത് വരുന്നതിന് സാധാരണ എത്ര ദിവസം പിടിക്കാറുണ്ട്? ഏത് ഈ ഒരൊറ്റൽ അതവിടെ 5 ദിവസം പിടിക്കുക ശരിക്കും, ഒരെണ്ണമായിട്ട് പണിയാണെങ്കിൽ. പക്ഷെ കൂട്ടത്തിൽ കൂടെ പണിയാൽ എത്ര ദിവസം വരില്ല. ഇതിനെത്ര 12 വില്ലുകളും അതിൻ്റെ പകുതി അല്ലേ ചുറ്റും? ഇത് താമരയാണ്. താമരയുടെ ഉള്ളിലൊക്കെ നാഗവത്തി. പിന്നെ ഇതും ഇതേമാതിരി തന്നെ നാഗവത്തി തന്നെയാണ്. ഇത് നമ്മുടെ മടക്കപ്പോട ടൈപ്പാണിത്. ഇതൊരു മടങ്ങി പോരുത്. അപ്പോഴേ നമുക്കിത് ഈ കുണ്ടപ്പ് വരുള്ളൂ. പിന്നെ ഇതിൻ്റെ മൊത്തം സ്പെഷ്യലാണ്. ഇത് 8 പട്ടാണ് കാലൊക്കെ. ഇതേ ഈ ഒരെണ്ണം തന്നെ ഉള്ളൂ. ഈ കുടയുടെ കുണ്ടപ്പ് മറ്റു കുടകൾക്ക് ഇത്ര കുണ്ടപ്പ് ഉണ്ടാവില്ല. കുണ്ടപ്പ് എല്ലാവരെയും മാതിരി തന്നെയാണ്. അതെല്ലേ? പക്ഷെ ഇതിന് കുണ്ടപ്പ് കുറയും തോറും ഭംഗി കൂടുക ചെയ്യുക. ഭംഗി കുറയും കുടയ്ക്ക്. എത്ര വിരിഞ്ഞ് വരുന്നു അത്രയും ഭംഗിയാണ്. ഈ അടിവീതി കുറച്ച കുണ്ടപ്പായി. ഈ അടിവീതി സ്വല്പം കൂട്ടിയിട്ടല്ലേ കുണ്ടപ്പ് കുറയുള്ളൂ. അല്ലാണ്ട് ഈ അളവിലല്ല വ്യത്യാസം വരുന്നത്. അങ്ങനെ വരെ പ്രത്യേകിച്ച് സ്റ്റോറി സെലക്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അല്ലല്ല വേറെ ഉണ്ട്. ഇല്ല, കുട്ടനാളരുണ്ട്, നമ്മുടെ വളരിയിലുണ്ട്, ശങ്കരകുളരുണ്ട്. അത്ര 3 തന്നെ ഉള്ളൂ. വേറെ ഒരിതിലില്ല ഈ മോഡലൊന്നും. പൂരകത്തമ്പലത്തിലെ എഴുന്നള്ളിപ്പ്, ഭഗവതി എഴുന്നള്ളിക്കുന്ന ആ പട്ടുകുടയ്ക്കുള്ളിൽ ഒരു ഓലക്കുട ഉണ്ടാവും. ആ ഓലക്കുടയ്ക്കുള്ളിലാണ് വിൽക്കാശും ഒക്കെ. വിൽക്കാശല്ല, വെറും പൂവ്. ഓരോ നമ്മുടെ പഴയ ഓരോ കോയിൻ്റെ പട്ടം. അതിൽ 4 ഇതള്, താമര ഇതള്, മേരതള്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ പൂവ് ചേർത്തിട്ടുള്ള ആ കുട, ആ കുടയും ഇവർ നിർമ്മിക്കാറുണ്ട്. സാധാരണ ഓലക്കുട, ഈ ഓലക്കുട ശീലക്കുടയ്ക്കുള്ളിൽ, ഈ പട്ടുകുടയ്ക്കുള്ളിൽ കയറ്റുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താ? ഈ തിണ്ട് പാടില്ല. ഈ ചക്കുമ്പൊരു തിണ്ട് കണ്ടില്ലേ? ഈ തിണ്ട് പാടില്ല. അതിങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ട് നേരെ മേപ്പോട്ട് തള്ളുക. നമ്മൾ തള്ളുന്നിട്ട് ഇതിലൊരു തുളയാണ്. എന്നിട്ട് തുളയിലൊരു ബോൾട്ട് ഇടുക. അപ്പം അവിടെ നിന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കുട ഊരിയെടുക്കുമ്പോൾ ആ ബോൾട്ട് ഊരി അങ്ങോട്ട് പോകുന്നു. കണിമംഗലം ശാസ്താവ് ഓലക്കുടയിലെ വരുന്ന കൊല്ലം. അതെയാ? ആ അവിടേക്ക് വിളിക്കുന്ന പോണ്ട കാണാൻ വ്യക്തമായിട്ട് കാണാം. ഫോട്ടോ എടുക്കുകയും ചെയ്യാം. ആ തുടങ്ങുന്ന ആളുകളാണ് വരുമ്പോൾ ഈ സാധനം കൊണ്ടുവരുന്നത്. ഉള്ളിൽ വെച്ചിട്ടാണ് ഇത്തവണ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളതിന് സെറ്റ് ചെയ്ത് കൊടുത്താൽ അതിന് അത്ര കറക്റ്റായിട്ട് പറഞ്ഞ് മൊത്തം ഇതിൻ്റെ ഉയരം 4.25 കോലാണ്. മനസ്സിലായ? ഒരു ആനയുടെ ഉയരം വരെ 4.25 കോലാണ് പഴയ കാലത്തെ കണക്ക്. അത് കണക്കാക്കിയിട്ട് 4.5 കോലിൽ വലിയ കോലുണ്ടാക്കുന്നത്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ കോല് മുകളിലേക്ക് നിൽക്കണ്ടേ അതിന് വേണ്ടി. അപ്പം ആ കണക്ക് വെച്ചിട്ട് തന്നെയാണ് കുട സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ കാരണവർ പറഞ്ഞു നിൽക്കുന്നത്. അപ്പോൾ 4.25 കോലുള്ള ഈ കുട 1.5 കോല് ഇതും 2.25 കോല് മറ്റതും. കോല് കണക്കല്ല പറഞ്ഞുതരാം. അപ്പോൾ പിന്നെ കണക്ക് ഭംഗിയിൽ പഴയ കണക്കിലേക്ക് പൊക്കോട്ടെ, ഇഞ്ച് വേണ്ട. അങ്ങനെയൊക്കെയാണ് ഈ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിരുന്നത്. 1500 തൊട്ട് 4500 വരെ കുടയുണ്ട്. അതാണ് ഇപ്പം ഇതേമാതിരി ഒരെണ്ണമാണെങ്കിൽ എത്ര വേണം? 30 രൂപ വേണം. അത് എത്ര നാൾ ഉപയോഗിച്ചത് കണക്കില്ല. അവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഫൈബറാ. ഇത് ശീലക്കുടയുടെ കമ്പി, ഇത് ഫൈബറാ. അപ്പം എന്താ വെച്ചാൽ 4 പ്രാവശ്യം നിർത്തി തുറക്കണോട് കൂടിയിട്ട് ഇവർ പോകുന്നു. പക്ഷെ ആവശ്യം നടന്നു. സാധാരണ ക്ഷേത്രങ്ങളിൽ സാധാരണ ദിവസം ശിവേലിക്ക് ഓലക്കുടയാണ് ഉപയോഗിച്ചു വരാറ്. അതിൽ നിന്ന് തന്നെ പഴയ കാലങ്ങളിൽ ക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾക്ക് ഓലക്കുടയായിരുന്നു എന്ന് നമുക്ക് അനുമാനിക്കാം. ഓലക്കുടയിൽ നിന്നും കാലാന്തരത്തിൽ മാറ്റം വന്നാണ് പട്ടുകുട ഉപയോഗിച്ചു തുടങ്ങിയത്. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ മുഖ്യ പങ്കാളിയായ പൂരകത്തമ്മ തിരുവടിയുടെ
ക്ഷേത്രത്തിലെ ഉരകത്തമ്മ തിരുവടിയുടെ എഴുന്നള്ളിപ്പിന് ഇപ്പോഴും ഓലക്കുടയ്ക്ക് വലിയ പ്രസക്തിയുണ്ട്. ആ ഓലക്കുട പട്ടുകുടയായി മാറി. ആ പട്ടുകുടയുടെ നിർമ്മാണവും അതിൻ്റെ വ്യത്യസ്തമാർന്ന കാര്യങ്ങളും നമുക്കിവിടെ ശങ്കരൻകുട്ടിച്ചേട്ടൻ നമുക്ക് പരിചയപ്പെടുത്തി തരികയുണ്ടായി. ഈ പ്രയത്നത്തിന് ഇദ്ദേഹത്തെ പോലുള്ള കലാകാരന്മാർ തലമുറ കൈമാറി വരുന്ന ഇദ്ദേഹത്തിൻ്റെയൊക്കെ പ്രയത്നം നല്ല രീതിയിൽ പുറം ലോകം അറിയേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ കൂടി ആവശ്യമാണ്.